അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിക്കുവാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാ. എൻ്റെ ദൈവമേ, ഞാൻ നിന്നെ ആരാധിക്കുകയും മുഴു ഹൃദയത്തോടുകൂടി നിന്നെ ഞാൻ സ്നേഹിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് എന്നെ സൃഷ്ടിച്ചതിനും അവിടുത്തെ തിരുസഭയിലേക്ക് എന്നെ വിളിച്ചതിനും ഈ കഴിഞ്ഞ രാത്രി എന്നെ കാത്തുരക്ഷിച്ചതിനും അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ഈ ദിവസത്തെ എല്ലാ പ്രവർത്തനങ്ങളും കാഴ്ചവെക്കുന്നു. അവയെല്ലാം അങ്ങേക്കൊരു ഇഷ്ടം പോലെ അങ്ങയുടെ കൂടുതൽ മഹത്വത്തിന് വേണ്ടിയും ചെയ്യുന്നതിന് കൃപ ചെയ്തരണമേ. അങ്ങയുടെ അനുഗ്രഹം എപ്പോഴും എൻ്റെ കൂടെയും എൻ്റെ ബന്ധുപ്രാതികളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന സീമോൾ ഫിലോമിനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ 11-ാം തീയതി ജന്മദിനം ആഘോഷിക്കുന്ന മേരി അലീനയ്ക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ഇന്ന് ശനിയാഴ്ചയാണ്. പരിശുദ്ധ അമ്മയെ ഓർക്കുന്ന ദിവസമാണ്. പരിശുദ്ധ അനുഗ്രഹങ്ങൾക്കായി പ്രത്യേക സംരക്ഷണത്തിനായി നമുക്ക് യാചിക്കാം. അതോടൊപ്പം തന്നെ നമ്മൾക്കും നമ്മുടെ അമ്മമാരെ ഓർക്കാം. ആശ്രയിക്കാനും ആശ്രയിക്കുന്നവരെ പരിപാലിപ്പിക്കാനും പഠിപ്പിക്കുന്നത് അമ്മമാരാണ്. അവരെ നമുക്ക് പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ സംരക്ഷണം ഇവർക്കുണ്ടാകണമേ എന്ന്. നമ്മുടെ സമൂഹം പല രീതിയിലും ഉപദ്രവിക്കപ്പെടുന്നത് സ്ത്രീകളാണ്. അവരെ ദൈവത്തിൻ്റെ സംരക്ഷണത്താൽ നിലനിർത്തണമേ എന്ന് ദൈവം കണ്ടതുപോലെ നമുക്ക് സ്ത്രീകളെ കാണാൻ സാധിക്കണമേ എന്ന് പ്രത്യേകം അപേക്ഷിക്കാം. അമ്മമാരെ, മാതാപിതാക്കളെ ബഹുമാനിക്കാതെ സ്വാർത്ഥപരമായി ചിന്തിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് എങ്കിൽ അവയെല്ലാം ഓർത്ത് ദൈവത്തോട് മാപ്പപേക്ഷിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ.
സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തിൻ്റെ ആദരപൂർവകമായ മാധ്യസ്ഥ്യം ഞങ്ങളെ സഹായിക്കുകയും സകല അപകടങ്ങളിൽ നിന്ന് വിമുക്തരായി അങ്ങേ സമാധാനത്തിൽ സന്തോഷിക്കാൻ ഇടവരുത്തുകയും ചെയ്യട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്: സഹോദരരെ, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി വിശ്വാസികൾ വാഗ്ദാനം പ്രാപിക്കേണ്ടതിന് എല്ലാവരും പാപത്തിന് ധീരരാണെന്ന് വിശുദ്ധ ഗ്രന്ഥം പ്രഖ്യാപിച്ചു. വിശ്വാസം ആവിർഭവിക്കുന്നതിന് മുമ്പ് നമ്മൾ നിയമത്തിൻ്റെ കാവലിലായിരുന്നു. വിശ്വാസം വെളിപ്പെടുത്തുന്നത് വരെ നിയന്ത്രണാധീനരായി കഴിയുകയും ചെയ്യും. തന്നിമിത്തം നമ്മൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തുവിൻ്റെ ആഗമനം വരെ ഇപ്പോഴാകട്ടെ വിശ്വാസം സമാഗതമായ നിലയ്ക്ക് നമ്മൾ പാലകനാൽ അധീനമില്ല. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ്. ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാം യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല. നിങ്ങളെല്ലാവരും യേശുക്രിസ്തുവിൽ ഒന്നാണ്. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അബ്രാഹത്തിന്റെ സന്തതികളാണ്, അവകാശികളുമാണ്. കർത്താവിന്റെ വചന സങ്കീർത്തനം. കർത്താവ് തന്റെ ഉടമ്പടി എന്നേക്കും അനുസ്മരിക്കും. കർത്താവ് തന്റെ ഉടമ്പടി എന്നേക്കും അനുസ്മരിക്കും. അവിടുത്തേക്ക് ഗാനം ആലപിക്കുകയും സ്തുതിഗീതങ്ങൾ ആലപിക്കുകയും അവിടുത്തെ അത്ഭുതങ്ങൾ വർണ്ണിക്കുകയും അവിടുത്തെ വിശുദ്ധ നാമത്തിൽ അഭിമാനം കൊള്ളുകയും കർത്താവിനെ അന്വേഷിക്കുകയും കർത്താവ് തന്റെ ഉടമ്പടി എന്നേക്കും അനുസ്മരിക്കും. കർത്താവിനെയും അവിടുത്തെ ബലത്തെയും അന്വേഷിക്കുകയും നിരന്തരം അവിടുത്തെ സാന്നിധ്യം തേടുകയും അവിടുന്ന് ചെയ്ത വിസ്മയാവഹങ്ങളായ പ്രവൃത്തികളെ ഓർക്കുകയും അവിടുത്തെ അത്ഭുതങ്ങളെയും ന്യായവിധികളെയും തന്നെ. എന്നേക്കും അനുസ്മരിക്കും. അവിടുത്തെ ദാസനായ അബ്രാഹത്തിന്റെ സന്തതികളെ, അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവനായ യാക്കോബിന്റെ മക്കളെ,
ഭൂമിക്കുള്ളൂ. അവിടുന്നാണ് നമ്മുടെ ദൈവമായ കർത്താവ്. അവിടുത്തെ ന്യായവിധികൾ ഭൂമിക്ക് മുഴുവൻ ബാധകമാകുന്നു. കർത്താവ് തന്റെ ഉടമ്പടി എന്നേക്ക് മനസ്സ് നിർത്തി. ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. ലൂക്കായി എഴുതിയ സുവിശേഷത്തിൽ നിന്ന് അധ്യായം 11 27 28 തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോട് അരുൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ ഉച്ചത്തിൽ പറഞ്ഞു, നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലമുള്ളവ. അവൻ പറഞ്ഞു, ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ. കർത്താവിൻ്റെ സുവിശേഷം. ഇതിൻ്റെ സുവിശേഷത്തെ 2 വചനങ്ങളെ. ആദ്യത്തെ വചനത്തിൽ യേശുവിൻ്റെ അമ്മയെ പ്രകീർത്തിക്കുകയും മഹത്വപ്പെടുത്തുകയും, രണ്ടാമത്തെ ഭാഗം ഈശോ പറയുകയാണ് ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ എന്നാണ്. നമ്മളവരെ നമുക്കെല്ലാവർക്കും, എല്ലാ മനുഷ്യർക്കും അവരുടെ അമ്മമാർ വളരെ പ്രധാനപ്പെട്ട വ്യക്തികളാണ്. നമ്മളെല്ലാവരും ആശ്രയിക്കുന്നവരാണ്. പലരെയും പലതിനെയും ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ഈ ആശ്രയിക്കാൻ തന്നെ പഠിപ്പിക്കുന്നത്. അതിനുശേഷം ആശ്രയിക്കുന്നവരെ എങ്ങനെ സ്നേഹിക്കണം, എങ്ങനെ പരിപാലിപ്പിക്കണം എന്ന് പഠിപ്പിക്കുന്നതും ഈ അമ്മമാർ തന്നെ. സ്വന്തം ജീവന തുല്യമാണ് അമ്മമാരവരുടെ മക്കളെ. നമ്മുടെയൊക്കെ അമ്മമാരെ പറ്റി ഒന്ന് ഓർത്തു നോക്കുക. സ്നേഹിക്കാൻ പഠിപ്പിച്ചത് തന്നെ നമ്മുടെ അമ്മമാരാണ്. അവർക്ക് ആഹാരം ഇല്ലെങ്കിൽ പോലെ തന്നെ മക്കളുടെ സന്തോഷവും സമൃദ്ധിയും ശരിക്കും നമ്മളെ തന്നെ മറന്ന്, സ്വന്തം മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ പഠിപ്പിക്കുന്നത് അമ്മമാരാണ്. മാതൃത്വം കുട്ടികൾക്കായി മാറ്റി വെച്ചിരിക്കുകയും ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ തന്നെയുണ്ട്. അതിലൂടെ തന്നെ നല്ലൊരു അമ്മയെ കഴിഞ്ഞ് അവിടെ ദൈവമായി തീർന്നു. നമ്മളെ മാത്രമല്ല സ്നേഹിക്കുക, സ്വന്തം ജീവിതത്തെ മാത്രമല്ല സ്നേഹിക്കുക, സ്വന്തം ജീവിതത്തിലെ രക്തത്തെ തന്നെ മുലപ്പാലാക്കി പാഞ്ചി അത് മക്കൾക്ക് അല്ലെ കുഞ്ഞിന് കൊടുക്കുക എന്നുള്ള ആ ഒരു ദൗത്യം സ്ത്രീകൾക്ക്
കൊടുത്തിരിക്കുന്നത്. അതൊന്നും കാണാതെ മനസ്സിലാക്കാതെ നമ്മൾ സ്ത്രീകളെയൊക്കെ ഒരു ഉപഭോഗ വസ്തുവാക്കി മാറ്റുന്ന കാഴ്ചപ്പാട് ഈ സമൂഹത്തിൻ്റെതായുണ്ട്. അതിൻ്റെ പരിണിത ഫലങ്ങൾ സമൂഹത്തിലുള്ളവരും സ്ത്രീകളൊക്കെ അനുഭവിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു കാഴ്ചപ്പാടല്ല യേശു നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അവരെ ബഹുമാനിക്കാനും ആദരിക്കാനും സ്നേഹിക്കാനും നമ്മളോട് ഈശോ എന്ന് പറയുകയാണ്. ഈശോ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാരാണ്. ഈ ദൈവത്തിന്റെ വചനം കേട്ട് അത് കൂടുതൽ പാലിക്കുന്നത് അമ്മമാര് തന്നെയാണ്. യേശുവിന്റെ ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കെടുക്കുന്നവർ ഇവർ തന്നെയാണ്. സൃഷ്ടിക്കുക, പരിപാലിക്കുക, സംരക്ഷിക്കുക, വളർത്തുക, ജീവിതത്തിലേക്ക് കൊണ്ടുവരിക, ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ദൗത്യം. പ്രിയമുള്ളവരെ, യേശുവും നമ്മളോട് ഇന്ന് പറയുന്നത് തന്നെയാണ്. ദൈവത്തിൻ്റെ വാക്കുകൾ പാലിക്കണമെങ്കിൽ നമ്മളുടെ ദൗത്യങ്ങൾ കൃത്യമായി ചെയ്യണമെന്നാണ്. ദൈവത്തിൻ്റെ വചനം അത് ഉൾക്കൊള്ളണമെന്ന്. അത് ഉൾക്കൊണ്ടത് വിശുദ്ധ കന്യകാമറിയമാണ്. ദൈവത്തിൻ്റെ വചനമായി ഉൾക്കൊള്ളുകയും ആ വചനത്തെ മറ്റുള്ളവർക്ക് പങ്കുവെക്കുകയും ചെയ്യും. അത് തന്നെയാണ് ഏതൊരു സ്ത്രീയും അവരുടെ കുട്ടികൾക്ക് ജന്മം നൽകുമ്പോൾ ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് ഇന്നത്തെ ഈ പ്രാർത്ഥന സമയത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമുക്ക് മാത്രമല്ല, ഈ ലോകത്തിലുള്ള എല്ലാ ജനങ്ങളും സ്ത്രീകളെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും ആദരിക്കാനും അവർക്ക് സാധിക്കണമേ എന്ന് ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇന്നത്തെ ജീവിതയിൽ നമുക്ക് തുടരാം. സഹോദരിയെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മുടെയും അവിടുത്തെ സഹോദരങ്ങളുമായി കർത്താവെ, താഴ്മയോട് കേടപേക്ഷിച്ചുകൊണ്ട് അനുരഞ്ജനത്തിൻ്റെ കാണിക്കകൾ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കൊണ്ട് അങ്ങേക്ക് പ്രീതികരമായ വിശുദ്ധ ബലിവസ്തുവായി ഞങ്ങളെ തന്നെ കാഴ്ചവെക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുകയും നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. സകല വിസ്മയാവനമായി അങ്ങേ പ്രകീർത്തിക്കുന്നതും സർവോപരി പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഓർമ്മ ആചരിച്ചുകൊണ്ട് കാരുണ്യം പ്രീതി
പ്രീതികരമായ പ്രഘോഷണം വഴി മഹത്വപ്പെടുത്തുന്നതും യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അങ്ങേ ദാസിയുടെ താഴ്മ കടാക്ഷിച്ചുകൊണ്ട് അവൾ വഴി മനുഷ്യരക്ഷയുടെ ഉടയവനായ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായി യേശു ക്രിസ്തുവിനെ പ്രദാനം ചെയ്തപ്പോൾ സത്യമായും ലോകവാസകനും അങ്ങ് മഹത്തായ കാര്യങ്ങൾ നിർവഹിക്കുകയും അങ്ങേ യുഗങ്ങൾ തോറും വ്യാപിപ്പിക്കുകയും ചെയ്തു. അവിടുന്ന് വഴി മാലാഖമാരുടെ സൈന്യം അങ്ങേ മഹിമയെ ആരാധിക്കുകയും അങ്ങേ മുമ്പിൽ എന്നെന്നും ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു. അവരോടൊത്ത് ഞങ്ങളുടെ സ്വരവും ചേരാൻ അനുവദിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആഹ്ലാദഭരിതരായി ഒന്ന് ചേർന്ന് ആലപിക്കുന്നു. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസ്ഥാനിലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് കുടിക്കുകയും, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വേണ്ടി വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട്
അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ഞങ്ങളെ പരിശുദ്ധാത്മാവാൽ ഒന്നായി ചേർക്കണമെന്ന് അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയോടും ഞങ്ങളുടെ രഘുരാജൻ ജോസഫ് മെത്രാനും വൈദിക ഗണത്തോടും ഒത്തു സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഈ ലോകത്തിൽ നിന്നും അങ്ങേ പക്കലേക്ക് വിളിച്ച അങ്ങേ ദാസർ ചാർലി അനയിൽ, ഷിബു ആന്റണി, ജോണി തോമസ്, ശുദ്ധീകരണ സ്ഥലത്തുള്ള സകല റോസി മക്കപ്പരമ്പൽ എന്നിവരെ ഓർക്കണമേ. അങ്ങേ പുത്രന്റെ മരണത്തിന് സദൃശമായി അവിടുത്തോട് ഒന്നായി തീർന്ന ഇവരെ അവിടുത്തെ ഉദ്ധാനത്തിലും ഒന്നാക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോട് നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ബോധിതരായും ദിവ്യ ഉപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കൈവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാർ അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺപാർത്ത് അങ്ങേ തിരുവുള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കഴിയണമേ എന്നത് ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുകയും. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാട് ഞങ്ങളെ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാട് ഞങ്ങളെ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാട് ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. ഈ ദിവ്യ കുഞ്ഞാടിന്റെ ദിവ്യ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്ക് എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും.
ഉള്ള ദിവ്യകാരുടെ സ്വീകരണം. എൻ്റെ യേശുവേ, അങ്ങ് ഈ ദിവ്യകുദാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയുംക്കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകുദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണ് എന്ന് വിശ്വസിച്ച് എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പ്രിയമുള്ളവരെ, നാളെ ഞായറാഴ്ചയാണ്. നാളെ 3 കുർബാനയുണ്ട്. രാവിലെ 6 മണിക്ക് നമുക്ക് കർത്താവേ, സ്വർഗീയ ഭോജനത്താൽ പരിപോഷിതരായ ഞങ്ങളെ വിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാതൃകയാൽ നിർമ്മലമായ ജീവിത ശൈലിയിലൂടെ അങ്ങയെ ശുശ്രൂഷിക്കാനും ഈ അമ്മയോടുകൂടെ ആത്മാർത്ഥമായ സ്തുതികളാൽ മഹത്വപ്പെടുത്താനും ഞങ്ങളെ ഇടയാക്കണമേ.
ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ദൈവം പിതാവും പുത്രനും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദിവ്യപൂജ സമാപിച്ചു.